ബിഗ് ബോസിനകത്ത് ഇപ്പൊ പണം വാരിക്കൂട്ടുന്ന ടാസ്ക് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത ആഴ്ച കൂടെ ഉള്ളു. അടുത്ത ആഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച നമുക്ക് ഫൈനാലെ വരികയാണ്. നമ്മുടെ ബിഗ് ബോസിനകത്ത് പുതിയ ടാസ്ക് കൊടുത്തിരിക്കുന്നത് 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബിഗ് ബോസ് വീടിന് പുറത്ത് ക്യാഷ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് 1 മിനിറ്റിനുള്ളിൽ പോയി എടുത്തോണ്ട് വരിക എന്നതാണ് വീട്ടിലുള്ളവർ ചെയ്യേണ്ടത്. ഇവിടെ വീട്ടിലുള്ളവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളെയും അക്ബറിനെയും നമ്മുടെ ആദിലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവര് 3 പേരും കൂടെ ഓടുന്നുണ്ട്. പുറത്തോട്ട് ഓടുന്നുണ്ട്. 1 മിനിറ്റ് ആണുള്ളത്. സമയം കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ 1 മിനിറ്റിനുള്ളിൽ പുറത്തൊരു കാർ ഇട്ടിട്ടുണ്ട്. ആ കാറിനകത്ത് പൈസ ഇട്ടിട്ടുണ്ട്. കുറേ പൈസ പലയിടത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പൈസ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് വെളിയിൽ വരണം. വെളിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കതക് അടയ്ക്കുകയും ചെയ്യും. പിന്നെ ആ വ്യക്തിക്ക് ആ വീട്ടിനകത്തോട്ട് കയറാനും പറ്റത്തില്ല. ഇതാണ് ടാസ്ക്. ഇത് കഴിഞ്ഞ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ ഉണ്ടല്ലോ. കഴിഞ്ഞ സീസണിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ വെളിയിൽ പെഡസ്റ്റലിൽ ഇങ്ങനെ പണപ്പെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് ഇത്ര സമയം കൊടുക്കും. ആ സമയത്തുള്ള ഓടി ചെന്ന് ആ പണപ്പെട്ടി എടുക്കുക. എന്നിട്ട് അത് ദൂരം കൂടുന്നതനുസരിച്ച് സമയവും കുറച്ചുകൊണ്ടായിരുന്നു ആ ടാസ്ക് അന്ന് നടത്തിയിരുന്നത്. ഇതും സെയിം ടാസ്ക് തന്നെ. പക്ഷേ ഇതെന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് കാറിനുള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ക്യാഷിൽ നിന്ന് ഡോറ് തുറന്ന് ശേഖരിക്കുക എന്നതാണ് ടാസ്ക്. എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ പണി പാളും. അത് ഉറപ്പാണ്. പണം പുറത്താകും. അവരപ്പോഴേ തന്നെ ഗേറ്റും അടയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രൊമോയിൽ കാണുന്ന കണക്ക് അത്ര റിസ്ക് ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊമോയിൽ കാണുന്നത് ഇങ്ങനെ ഗേറ്റ് അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഇന്ത്യയിലൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നതാവും. അല്ലാതെ നമ്മുടെ മത്സരാർത്ഥികളൊന്നും വരാതിരിക്കാനില്ല. അവർ വരും. അത് ഉറപ്പാണ്. നോക്കാം ആർക്കൊക്കെ കിട്ടുന്നുള്ളതും എന്താണ് അവിടെ നടന്നതെന്നും നോക്കാം. ചിലപ്പം ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കും കിട്ടാൻ പോകുന്നത്.